1870കളുടെ തുടക്കം. മുർഷിദാബാദ് ജില്ലയുടെ ഡെപ്യൂട്ടി കളക്ടറെയും വഹിച്ചുകൊണ്ടുള്ള യാത്ര അബദ്ധവശാൽ ബാരക് സ്ക്വയർ ഫീൽഡ് വഴി പോയി. അവിടെ ക്രിക്കറ്റ് കളിക്കുകയായിരുന്ന ബെറാംപൂർ കന്റോൺമെന്റിലെ കമാൻഡിംഗ് ഓഫീസറായിരുന്ന കേണൽ ഡഫിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഡെപ്യൂട്ടി കളക്ടർ ഇന്ത്യക്കാരനായിരുന്നു. ഡെപ്യൂട്ടി കളക്ടറെ വലിച്ച് താഴെയിട്ട് 4 തല്ല് കൊടുത്തു കേണൽ ഡഫിൻ. അന്ന് അങ്ങനെയായിരുന്നു. ഇന്ത്യക്കാരനെ തല്ലാൻ വെള്ളക്കാർക്ക് വളരെ എളുപ്പമായിരുന്നു. എന്നാൽ നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ ഈ അപമാനം സഹിക്കാൻ ഒരുക്കമല്ലായിരുന്നു. അദ്ദേഹം കോടതിയിൽ പരാതി നൽകി. കേണൽ ഡഫിനെതിരെ ദൃക്സാക്ഷികളും മൊഴി കൊടുത്തു. ഡഫിനെതിരെ കേസ് തിരിയുമെന്ന് മനസ്സിലാക്കിയ മജിസ്ട്രേറ്റ് ഡെപ്യൂട്ടി കളക്ടറോട് ഒത്തുതീർപ്പിന് തയ്യാറാകാൻ അഭ്യർത്ഥിച്ചു. തനിക്ക് നേരിട്ട അപമാനത്തിൽ പരസ്യമായി മാപ്പ് പറയാൻ ഡെപ്യൂട്ടി കളക്ടർ ഡഫിനോട് ആവശ്യപ്പെട്ടു. അപ്പോഴേക്ക് ഈ കേസ് വലിയ ചർച്ചയായിരുന്നു. കാരണം ഒരു ഇന്ത്യക്കാരൻ വെള്ളക്കാരനെതിരെ കൊടുത്ത പരാതിയിലായിരുന്നല്ലോ ഈ കേസ്. അങ്ങനെ കോടതി വളപ്പിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ കൂടി അവർക്ക് മുന്നിൽ വെച്ച് കേണൽ ഡഫിൻ പരസ്യമായി മാപ്പ് പറഞ്ഞു. ഇന്ത്യക്കാരനായ ഡെപ്യൂട്ടി കളക്ടറുടെ വിജയത്തിൽ അവിടെ കൂടിയിരുന്ന മറ്റെല്ലാവരും ആഹ്ലാദിക്കുകയും ചെയ്തു. കേണൽ ഡഫിന് ഇത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. തന്നെ നാണം കെടുത്തിയ ഡെപ്യൂട്ടി കളക്ടറെ ഇല്ലാതാക്കാനായിരുന്നു അയാളുടെ ശ്രമം. ഇതറിഞ്ഞ സുഹൃത്ത് രാജാ ജോഗേന്ദ്ര നാരായൺ റായ് ഡെപ്യൂട്ടി കളക്ടറെ ലീവെടുപ്പിച്ച് ലാൽഗോളയിലേക്ക് മാറ്റി. അവിടെ സ്ഥിരതാമസമായപ്പോഴും താൻ നേരിട്ട അപമാനവും തുടർന്നുണ്ടായ സംഭവങ്ങളും അദ്ദേഹത്തെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാതെ ഈ വെള്ളക്കാരുടെ അപ്രമാദിത്വം ഇല്ലാതാകില്ലെന്ന സത്യം സാഹിത്യകാരൻ കൂടിയായ അദ്ദേഹത്തിന്റെ മനസ്സ് കലുഷിതമാക്കി. ലാൽഗോളയിലെ ജഗദ്ധാത്രി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനിടെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ഗീതത്തിലെ ചില വരികൾ ജനിച്ചു. അന്ന് ഒരു മാഘപൂർണിമയായിരുന്നു. മലയമാരുതനാൽ കുളിർമയേകുന്ന പച്ചപ്പട്ടുടുത്ത വിളവുകളാൽ ശ്യാമളയായ നല്ല ജലവും ഫലസമൃദ്ധവുമായ മാതാവേ അങ്ങയെ വന്ദിക്കുന്നു എന്ന അർത്ഥമുള്ളതായിരുന്നു ആ ഗീതത്തിന്റെ ആദ്യ വരികൾ. വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം എന്ന് തുടങ്ങുന്ന ആ ഗീതം വന്ദേ മാതരം പിന്നീട് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായമായി മാറി. മുൻ ഡെപ്യൂട്ടി കളക്ടറെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും, ബങ്കിം ചന്ദ്ര ചാറ്റർജി. 1875 ബംഗദർശൻ മാസികയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വന്ദേ മാതരം പിന്നീട് ആനന്ദമഠം എന്ന നോവലിൽ കൂട്ടിച്ചേർക്കുകയായിരുന്നു. അതായത് ആനന്ദമഠത്തിലെ ഒരു ഗീതമായല്ല അത് ആദ്യം പുറത്തു വന്നതെന്നാണ് അർത്ഥം. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ വന്ദേമാതര ഗാനത്തിന് സംഗീതം പകർന്ന് പാടി. വന്ദേമാതരത്തിൽ ത്രിംശകോടി കണ്ഠ കളകള നിനാദ കരാളെ എന്നത് പിന്നീട് അദ്ദേഹം കോടി കോടി കണ്ട കളകള നിനാദ കരാളെ എന്നാക്കി. 1906 കോൺഗ്രസ് സമ്മേളനത്തിൽ. വന്ദേമാതരത്തിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അതൊരിക്കലും അവസാനിക്കുന്ന കഥയുമല്ല. ആചന്ദ്രതാരം ഭാരതം നിലനിൽക്കുമെങ്കിൽ വന്ദേമാതരവും നിലനിൽക്കുക തന്നെ ചെയ്യും, സംശയമില്ല.